വാ അന്ന, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പുറത്തിടക്കാം. ഞാൻ എവിടെ വേണേലും വന്ന് പറയാം. ഇവരെല്ലാരും കൂടിയാണ് ജെസ്സിയെ കൊന്നെന്ന്. വാ അന്ന. എന്നിട്ട് നീ ഇവർക്കൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കോ? എന്റെ ജെസ്സിയെ കൊന്ന പോലെ ഇവിടുത്തെ നിയമപരൊക്കെ കൊന്നു കളയോ? അതല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ അനിയത്തിയെ തിരിച്ചു കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഇനി അവളെ കൊന്നവരൊക്കെ തീർത്തിട്ട് ഞാൻ ഈ പടി ഇറങ്ങൂ. അതൊന്നും അത്ര എളുപ്പമല്ല അന്ന. ഈ പിശാചിനു വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്ത അടിമകളായി അവര് മാറിക്കഴിഞ്ഞു. ഈ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും അവർക്കൊരു മടിയുണ്ടാവില്ല. ഇനി ദൈവത്തിന് മാത്രമേ അവരെന്തേലും ചെയ്യാൻ കഴിയുള്ളൂ. ജെസ്സിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാ അതിനെനിക്ക് മടിയില്ല. നിനക്ക് അവൾ ഇഷ്ടായിരുന്നില്ലേ? നിന്നെ അവൾക്ക് ജീവനായിരുന്നു. അന്ന, ഈ വീട് കത്തിച്ച് കളയാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കൂ എനിക്കറിയില്ല. നീ കൂടെ നിന്നാ മതി. ഓരോന്നോരോന്നായി നമുക്ക് അവസാനിപ്പിക്കാം. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ജെസ്സി ഇനിയില്ല എന്ന സത്യം ആ രാത്രി തന്നെ എനിക്ക് ആ വീട് ചുട്ടരിക്കാൻ തോന്നിച്ചു. പക്ഷേ കെണിയൊരുക്കുമ്പോ ഇരകൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കി വെക്കരുത് എന്ന ബോധം ഉള്ളിലുണ്ടായിരുന്നു. കണക്ക് തീർത്തു തുടങ്ങാൻ കൂട്ടത്തിൽ എടുത്തുചാട്ടക്കാരനെ തന്നെ തിരഞ്ഞെടുത്തു. സാമുവൽ. ഇവിടെ എത്തിയത് മുതൽ അയാൾക്ക് എന്നിലുള്ള നോട്ടം മുതലെടുത്താൽ കെണിയിലേക്ക് അവൻ നടന്നെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഹേയ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ? എന്തെങ്കിലും? പക്ഷേ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതെന്തിനാ? ഇവിടെ എന്താ കുഴപ്പം? ആരെങ്കിലും കാണുമെന്ന് ഓർത്തിട്ടാണോ? ഞാൻ മുറിയിൽ വരാം. ഡോർ ലോക്ക് ചെയ്യാതിരുന്നാൽ മതി. അതുമാത്രല്ല, ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ലത്.
അവനെന്തിനാ ആ നേരത്തെ കുളക്കടവിൽ പോയത്? അറിയില്ല. പണിക്കാരനെ കണ്ടത്. ആദ്യത്തെ കുറുക്ക് കൃത്യമായി വീണതിന്റെ ആശ്വാസം. ഇനിയുള്ള ചുവടുകളിൽ ധൈര്യം തീരുമെന്നെന്റെ വിശ്വാസത്തിന് അധിക ആയുസുണ്ടായില്ല. എങ്ങനെയാ ചത്തത്? കുളത്തിൽ വീണു. കുടിച്ചിട്ടുണ്ടായിരുന്നു. താഴെ എന്നാരും അന്വേഷിക്കണില്ലേ? താൻ സാമുവലിന്റെ ബോഡി കാണുമ്പോ അവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഏയ് ഇല്ല. താൻ ആ സമയത്ത് എന്തിനാ അവിടെ പോയത്? ഞാൻ കുളിക്കാനായിട്ട്. എന്താ ചോദിച്ചു? ഏയ് ഒന്നുമില്ല. അന്ന, ഇനിയുള്ള നീക്കങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കണം. ലോക്കയ്ക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അവനെങ്ങനെ മനസ്സിലായി? അതറിയില്ല. തോട്ടത്തിലെ ജോലിക്കാരനായിട്ട് സംസാരിക്കുന്നു കേട്ടു. ഞാൻ പുറത്തിറങ്ങാൻ നോക്കേണ്ടത് ലോക്കയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുറത്തു പറയണമെങ്കിൽ അവന് അത്രയും ഉറപ്പുണ്ടാവണം. എന്തായാലും ഇനിയുള്ള പ്ലാനുകളിൽ കൂടുതൽ കരുതൽ വേണം. എന്താണ് അയാൾക്ക് സംശയം തോന്നാനുള്ള കാരണം എന്നറിയണം. തുടക്കത്തിൽ സംശയത്തിന് നിഴലുണ്ടാവുന്നത് നല്ലതല്ല. ഞാൻ ശ്രമിക്കാം. അന്നിപ്പോൾ പോയിക്കോളൂ.